ഇന്നുണ്ടല്ലോ ഇവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അതായത് ഒരു ദിവസമാണ് ഇവരുടെ ബർത്ത്ഡേ വരുന്നത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സത്യം ഒരു ദിവസം ഇവർ തമ്മിൽ 5 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ സെപ്റ്റംബർ 24 ആണ് ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ ഒരു കേക്ക് വെച്ച് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. ഞാൻ ദീപം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു ദിവസമല്ലേ. അപ്പം ദീപം നമ്മൾ ഊതിക്കെടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദീപം തെളിയിച്ച് കേക്ക് മുറിക്കട്ടെ. എന്നും ഈ പ്രകാശം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. Happy birthday to you, happy birthday to you, happy birthday dear Abaikuta, happy birthday Apu, happy birthday to you, happy birthday to you. Ahora me parece. അതെ ഫോൺ വന്നു അങ്ങ് പോയതാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷുഗർ കൂടുമെന്ന് അറിയാൻ പാടില്ല. കുറെ അങ്ങ് തിന്നു. മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, അത് എടുത്തു വെക്കാൻ മറന്നുപോയി. വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ പുറത്ത് പോവുക കേട്ടോ. പിള്ളേരുടെ അവരൊരു ആഗ്രഹം പറഞ്ഞ് പുറത്ത് പോകണമെന്ന്, പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന്. അപ്പം നമ്മൾ പുറത്തേക്ക് ഫോണിലാണ്. ഒന്നും വിചാരിക്കരുത്, ഭയങ്കര തിരക്കുള്ള സമയമാണ്. മാസാവസാനം ആവാറായില്ല, അപ്പം ഇച്ചിരി തിരക്കുണ്ടാവും. അപ്പോൾ എൻ്റെ വ്ളോഗ് അതിൻ്റെ ഇടയ്ക്കൂടെ നടന്നോളൂ. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് വേഗം പോകാം, പുറത്ത് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വണ്ടിയിൽ ഇറങ്ങി കേട്ടോ. അപ്പൂന് നാളെ ഒരു സ്പോർട്സ് മീറ്റ് ഉള്ളതുകൊണ്ട് അവൾക്കൊരു വൈറ്റ് ബനിയൻ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് സീമാസിൽ കയറിയേ. അവിടെ ചെന്നപ്പോഴുള്ള നല്ല ഉടുപ്പുകൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. നല്ല രസം, കണ്ടാൽ കൊതിയാകുമായിരുന്നു. ഞാൻ കുറേ കത്തെ പിടിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അവിടെ ഡിസൈൻ ഉള്ളതേ ഉള്ളൂ, ഡിസൈൻ ഉള്ളത് പാടില്ല, ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളത് അടുത്തുള്ള കടയിൽ വീണ്ടും കയറി കിട്ടിട്ടോ. രാമനാശം പിള്ളയുടെ മറ്റേ കണ്ണു അടിച്ചു പോയേ, അതുപോലെ ഒരു കണ്ണു പോയി കാറിൻ്റെ. അങ്ങനെ ഞങ്ങൾ ബനിയനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അറേബ്യൻ പാലസിലേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ വാതൊക്കെ ഒട്ടകമൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. അന്നേരം എനിക്ക് മറ്റേ പുലിവാൽ കല്യാണത്തെ സലീംകുമാർ സാർ പറയണതാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ലൊട്ടഹായ എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ നല്ല ക്ഷീണിച്ച് മടുത്തു പോയായിരുന്നു, കാരണം അത്രയും ക്യൂ ആയിരുന്നു ഇവിടെ. അതിനിടയ്ക്ക് അവരുടെ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ചൊക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്ര തിരക്കാണ് അവിടെ, ഭയങ്കര ക്യൂവും. ഡൈനിങ് ഏരിയയൊക്കെ ആണെങ്കിലും ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. കുഴിമന്തി ആയിരുന്നേ ഓർഡർ ചെയ്ത്. അബീത്തേട്ടനും അവളും ബീഫ് കഴിച്ചു, ഞങ്ങൾ ചിക്കൻ കഴിച്ചു. അങ്ങനെ ചിക്കനൊക്കെ ബീഫും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളത് ഇറങ്ങി. വയറ് പൊട്ടാറായിരുന്നു, കാരണം അത്രയും ലേറ്റ് നൈറ്റൊക്കെ ആയില്ലായിരുന്നോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. പിറ്റേ ദിവസം ചോറിന് കൊണ്ടാനുള്ള കറിക്കൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു, പക്ഷേ അരി ഇടാൻ മറന്നുപോയായിരുന്നു. എന്നിട്ട് വൈകുന്നേരം വന്ന് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ചോറിനുള്ള അരിയൊക്കെ വെച്ചു. അതിനിടയ്ക്ക് ഉറക്കം വന്ന് തൂങ്ങുമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി. അത് കാരണം എന്താ പറയുക, തൂങ്ങി നടന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അരി തിളയ്ക്കണ നേരം കൊണ്ട് ഞാൻ ഇച്ചിരി നേരം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചു. ഇനി രാവിലെ ചോറായിട്ടിരുന്നോളും. കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയേ ഉള്ളത്. വേറെ ആരും ഞങ്ങളുടെ പേരൻസോ കാര്യങ്ങളോ ഒന്നും ആരും വന്നില്ല. ഒക്കെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അവർ പിന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.